എനിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് ആളോടുള്ള സ്നേഹം എങ്ങനെയാന്ന് വെച്ചാൽ, ഒരു ജനിക്കുന്ന ഒരു കുട്ടി ഭയങ്കര നിഷ്കളങ്കമായിട്ട് സ്വന്തം അപ്പനെ അങ്ങ് സ്നേഹിക്കില്ല ഒന്നും നോക്കാതെ, ആ ഒരു സ്നേഹം തന്നെയായിരുന്നു എനിക്ക് ആളോടും. ആളെക്കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ, ഞാനും എൻ്റെ അപ്പൻ്റെ കൂടെ ടി വിയിൽ കറുത്തപ്പുകയാണോ വെളുത്തപ്പുകയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയിരുന്നായിരുന്നു. അങ്ങനെ വെളുത്തപ്പുക വന്നു കഴിഞ്ഞപ്പോൾ ടി വിയിൽ മൊത്തം നിറഞ്ഞു നിന്ന പേരാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നുള്ളത്. അന്ന് മുതൽ കുർബാന കൂടുമ്പോൾ എന്നും കേൾക്കുന്ന ഒരു കുർബാന പോലും ആളുടെ പേരില്ലാതെ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്ന് കേൾക്കാതെ ഒരു കുർബാന പോലും ഉണ്ടായിട്ടില്ല. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. പിന്നെ ഞാനും ഈ ഒരു കാലയളവിൽ ആൾക്കാരോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മുടെ പാപ്പ അത് പറഞ്ഞു, നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലേ, ഞങ്ങളുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനും സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വളരെ സാധാരണക്കാരിയായ എനിക്ക് എൻ്റെ ഓർമ്മകളും ചിന്തകളും എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പിന്നെ ഞാനിങ്ങനെ ന്യൂസും റീൽസൊക്കെ കാണാറൊക്കെ ഉണ്ട്. അപ്പോൾ പാപ്പയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് പാടുന്നത്. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയുന്നു മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരിയുന്നു മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൻ കടമകളെല്ലാം തീരുന്നേ, പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായി പ്രിയജനമേ ഞാൻ പോകുന്നു, മെഴുതിരി